എറണാകുളം അതിരൂപത കടൽക്ഷോഭ ദുരന്തപൂരിതം പോലെയാകാൻ കാരണം നിഷ്ക്രിയരായ, അമരക്കാരനില്ലാത്ത, ദുർബലമായ, അലക്ഷ്യത നിറഞ്ഞ സഭാ നേതൃത്വമാണ്. ആരെല്ലാമാണ് സഭാവിരുദ്ധ പ്രവർത്തനം നടത്തുന്നവർ? പരിശോധിക്കാം. 1. സ്വർണക്കുപ്പായം ധരിച്ച് തൊപ്പിയും വടിയും പിടിച്ച് ആർഭാട ജീവിതവും ആകാശയാത്രയും ബിസിനസ് സാമ്രാജ്യവും കെട്ടിപ്പടുക്കുവാനുള്ള തിടുക്കത്തിൽ അജപാലന്റെ ദൗത്യത്തിൽ ഒരൽപ്പം പോലും ആത്മീയത തൊട്ടു തീണ്ടാത്ത സഭാവിരുദ്ധ നേതൃത്വമാണ് ക്രൈസ്തവ വിശ്വാസത്തെ തകർക്കുന്നതിൽ മുൻനിരയിൽ നിൽക്കുന്നത്. 2. അറബിക്കുപ്പായം പോലുള്ള വെള്ള കന്തുറയ്ക്ക് മേലെ ഒരു പരുന്തും പറക്കില്ല എന്ന ധാർഷ്ട്യത്തോടെ വിശ്വാസികളെ തമ്മിൽ വിഘടിപ്പിക്കുന്ന നേർച്ചപ്പെട്ടിയിലെ പണം കൊണ്ട് ഉപജീവനം നടത്തുന്നവരാണ് രണ്ടാം നിരയിൽ നിൽക്കുന്നത്. ഒരു 15 മിനിറ്റ് സമയം അൾത്താരയ്ക്ക് അഭിമുഖമായി നിന്ന് ബലിയർപ്പണം നടത്തുവാൻ വൈമനസ്യം പുലർത്തുന്നവരാണ് യേശുവുമായി യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത്. 3. പ്രോ ലൈഫ് അപ്പസ്തോലേറ്റ്, മാതൃവേദി, മറ്റാത്മീയ സംഘടനകൾ, സന്യാസിനികൾ, മതബോധന അധ്യാപകർ ഇടവക ജനങ്ങളെ വിശ്വാസ തീഷ്ണതയിൽ വളർത്താനും സഭയുടെ കുർബാന വിഷയത്തിൽ ബോധവൽക്കരണം നടത്തേണ്ടവരുമായ വെള്ളഡോഹധാരികളുമാണ് മൂന്നാം നിരയിൽ നിൽക്കുന്നത്. 4. ബ്ലാക്ക് മാസിനെ പിന്തുണയ്ക്കുന്ന സാത്താൻ സേവകരായ സഭാവിരുദ്ധരിൽപ്പെട്ട അൽമായ മുന്നേറ്റത്തിനെയും വെള്ളലോഹധാരികളുടെ പുറകെ നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വേണ്ടി നടക്കുന്നവരെയും ചാവേറുകളാക്കി മുന്നിൽ നിർത്തിക്കൊണ്ട് കുറച്ച് അരപ്പട്ടക്കാരും സഭയെ അനുസരിക്കാത്ത ഡീക്കന്മാരുമാണ് നാലാം നിരയിൽ നിൽക്കുന്നത്. 5. സിറോ മലബാർ സഭയുടെ സെമിനാരികളിൽ നടത്തുന്ന വൈദിക പരിശീലനം 12 വർഷം പൂർത്തീകരിച്ചുകൊണ്ട് സഭയെ വെല്ലുവിളിക്കുന്നവരും തിയോളജിയും മറ്റും പഠിച്ച് വൈദിക പട്ടം സ്വീകരിക്കാൻ ഇറങ്ങുന്നവരും സഭയെ അനുസരിക്കില്ല എന്നത് എത്രയോ വിരോധാഭാസമാണ്. അപ്പോൾ ചോദ്യം, സെമിനാരികളിൽ എന്താണ് പഠിപ്പിക്കുന്നത്? സഭയുടെ മൂല്യങ്ങൾ തകർക്കുന്ന ഇത്തരക്കാരാണ് അഞ്ചാം നിരയിൽ നിൽക്കുന്നത്. ഇരിക്കുന്ന മരക്കൊമ്പ് മുറിക്കുന്ന സഭയെ അനുസരിക്കാത്ത ഇത്തരക്കാരെ എറണാകുളം അതിരൂപതയ്ക്ക് ആവശ്യമില്ല എന്ന് പറയാൻ വിശ്വാസികൾക്ക് അവകാശമുണ്ട്. മേൽപ്പറഞ്ഞ അവകാശങ്ങളെ നേടിയെടുക്കാൻ ഏതറ്റം വരെയും വിശ്വാസികൾ പോകുമെന്നതിൽ ഒരു തർക്കവും വേണ്ട. ക്രൈസ്തവികതയെ തകർക്കുന്ന ഇത്തരം പ്രവണതകൾ ഉപേക്ഷിക്കാനും സഭയോട് ചേർന്ന് നിൽക്കാനും ഫ്രാൻസിസ് മാർപ്പാപ്പ എത്രയോ തവണ ഉത്തരവുകൾ പുറപ്പെടുവിച്ചു കഴിഞ്ഞു. അതെല്ലാം കാറ്റിൽ പറത്തി ഭാവി തലമുറയെ തകർക്കുകയെന്ന ലക്ഷ്യം മുന്നിൽ കണ്ട് മുന്നേറുന്ന സഭാ നേതൃത്വം സഭയിൽ യാതൊരു ദയയും അർഹിക്കുന്നില്ല എന്ന് തന്നെയാണ് വിശ്വാസികളുടെ അഭിപ്രായം. ജനാഭിമുഖ കുർബാനയ്ക്ക് 1962 മുതൽ 1965 കാലഘട്ടം വരെ ചൂണ്ടുപലകയായി നിന്ന ജോസഫ് പാറേക്കാട്ടിൽ മെത്രാന്റെ ബിംബം വെച്ച് പൂജിക്കുന്നവരെ എന്തു പേര് ചൊല്ലി വിളിക്കണം? അവരെയെല്ലാം അർഹിക്കുന്ന അവജ്ഞയോടെയാണ് ദൈവജനം പുച്ഛിച്ചു തള്ളുന്നത്. സഭയുടെ ആസ്ഥാന കാര്യാലയത്തിൽ അതിക്രമിച്ചു കയറി പ്രക്ഷോഭം സൃഷ്ടിക്കാൻ അവസരമൊരുക്കിയ മേജർ ആർച്ച് ബിഷപ്പിനെയും അതിരൂപത അഡ്മിനിസ്ട്രേറ്ററെയും കൂരിയയെയും തൽസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് വിശ്വാസികൾ വത്തിക്കാൻ തിരുസംഘത്തിന് അയച്ചതായ ഇമെയിൽ സന്ദേശങ്ങളെ പോപ്പ് ഫ്രാൻസിസ് വളരെ ഗൗരവത്തോടെയാണ് നോക്കിക്കാണുന്നത്. അരമന കയ്യേറി നാടകങ്ങൾ സൃഷ്ടിക്കുന്നതിലൂടെ ഡീക്കന്മാർക്ക് പട്ടം കൊടുക്കുവാൻ കഴിയുമെന്നുള്ള തെറ്റായ സന്ദേശം അതിരൂപതയിലുള്ള സഭാവിരുദ്ധർക്ക് നൽകിക്കൊണ്ട് ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയിലേക്ക് അജപാലന സന്ദർശനം എന്ന പേരിൽ നീണ്ട കാലാവധിക്ക് നാടുവിട്ട മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനത്ത് തുടരാൻ യോഗ്യനല്ലെന്ന് വിശ്വാസി സമൂഹം വത്തിക്കാനെ ധരിപ്പിച്ചു. അതിന് പ്രതിഫലനമായി മേജർ തട്ടിലിനോട് വത്തിക്കാൻ അതൃപ്തി
മേജർ ആർച്ച് ബിഷപ്പായി നർമ്മബോധമുള്ള ആത്മീയ നേതാവ് എന്ന നിലയിലും ക്രൈസ്തവ സഭയിലെ ഏറ്റവും ഹൃദ്യമായ പ്രഭാഷകൻ എന്ന നിലയിലും ഉള്ള അഭിവന്യ മാർ തോമസ് തറയിൽ മെത്രാനെ നിയമിക്കാനുള്ള ആഗ്രഹം പോപ്പ് ഫ്രാൻസിസ് പ്രകടിപ്പിക്കുകയും ഉണ്ടായി എന്നുള്ള സൂചനകളാണ് അവിടെ നിന്ന് ലഭിക്കുന്നത്. മേജർ തട്ടിലും ബോസ്കോ പുത്തൂരും മിസ്റ്റർ പാംബ്ലാനിയും ചേർന്ന് ഇടയന്ത്രത്തിനും ഭരണിക്കും വേണ്ടി സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഓശാന പാടുന്നുവെന്നും വത്തിക്കാൻ തിരുസംഘം ഫ്രാൻസിസ് മാർപ്പാപ്പയെ അറിയിച്ചു. വത്തിക്കാന്റെ കടുത്ത നിലപാടുകൾ സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾക്ക് ആശ്വാസകരമാണ്. സ്ഥാനമാനങ്ങളെ സംരക്ഷിക്കാൻ ഒളിത്താവളങ്ങളിൽ കയറിയിരിക്കുന്ന സഭയുടെ കേട്ടുകേൾവി പോലുമില്ലാത്ത ആത്മീയ നേതാക്കൾ വിശുദ്ധ കുർബാന തർക്ക വിഷയത്തിൽ ഒരു ചെറുവിരൽ പോലും അനക്കിയില്ല. അതിനാൽ സീറോ മലബാർ സഭ വെറും സീറോ ആയി തീർന്നതിൻ്റെ അതൃപ്തിയും വിശ്വാസികൾ അറിയിക്കുന്നു. സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ സ്വാർത്ഥത കൈവെടിഞ്ഞ് നിസ്വാർത്ഥ സേവനം കാഴ്ചവെക്കുകയും അതിരൂപതയ്ക്ക് വേണ്ടി ഒരു കുടക്കീഴിൽ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുകയും വേണം. ആരെയും വില കുറച്ച് കാണേണ്ടതില്ല. വ്യാജരേഖ കേസ് വിചാരണയിലേക്ക് കടക്കുമ്പോൾ സത്യങ്ങൾ മറനീക്കി പുറത്തുവരും. ആയതിനാൽ ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടെ ആയിരിക്കാം.